ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലെന്ന് വിചാരിക്കണം. രാവിലെ പെഞ്ചിട്ടുള്ളൂ 11 മണി. ഇന്ന് സൺഡേ നമുക്ക് ഓഫ് ആയതുകൊണ്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ബാക്കിയുള്ള ദിവസമൊക്കെ ഞാൻ 6:45 എഴുന്നിട്ടാണ് ഡ്യൂട്ടിക്ക് പോണത്. അപ്പോൾ എനിക്കറിയില്ല ഇന്നത്തെ ദിവസം എങ്ങനെയാവുമെന്ന്. മിക്കതും ഉറക്കമൊക്കെ തന്നെയാവും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. പുറത്തേക്ക് പോകുമെന്ന് തോന്നുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് പറയേണ്ടതായിരുന്നു, ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ല. ബ്രഷ് ചെയ്തില്ലെങ്കിലും നമ്മൾ ലിപ് ബാം മസ്റ്റ് ആയിട്ടിടണം. കാരണം വീഡിയോ എടുക്കണോണ്ട് ഞാൻ ലിപ് ബാം ഇട്ടിട്ട് എണീച്ചപ്പോൾ തന്നെ ഞാൻ പോണിട്ടയിൽ കെട്ടി വെച്ചതാണ് കേട്ടോ. നിങ്ങളെൻ്റെ ഉറക്കത്തിലുള്ള കോലം കാണണ്ടാവും വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു ബണ്ണ് എടുത്തു. അങ്ങനെ അപ്പം ഇന്നത്തെ ദിവസം അറിയില്ല. യൂഷ്വലി ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ്, ഞായറാഴ്ച. പക്ഷെ ഇന്ന് എന്തായാലും പുറത്തേക്ക് ഇറങ്ങണം. അപ്പം ഞാൻ പോയി ബ്രഷ് ചെയ്യട്ടെ. ഗൈസ്, ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ ചെയ്തൊരു അബദ്ധം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. ഇനി നിങ്ങളാരും ചെയ്യരുത്. നിങ്ങൾക്കറിയാം ഓൾറെഡി എന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷെ എനിക്കറിയായിരുന്നു. പക്ഷെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ പണി കിട്ടും എന്നറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു കളർ കണ്ടോ? ഇത് എണ്ണ പൊട്ടിത്തെറിച്ചിട്ട് വന്ന പാടാണിത്. അതിനി പോവില്ല. ഓക്കെ, അതെന്തായാലും ആട്ടെ. ഞാൻ ഒന്ന് കരച്ചിലും പിരിച്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് എൻ്റെ ഫേസിൽ അങ്ങനെ പിമ്പിൾസ് വരില്ല എന്നറിയണവർക്കറിയാമെന്ന് വിചാരിക്കുന്നു. വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് പോവാറുണ്ട്. ഇവിടെ കേട്ട് ചെറുതൊക്കെ വരുള്ളൂ, അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ കാര്യമായ ഒരു പിമ്പിൾ വന്നപ്പോൾ ഞാനതൊന്ന് പൊട്ടിച്ചു. സാധാരണ പൊട്ടിക്കാൻ പാടില്ല. എന്നോട് അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് പൊട്ടിച്ച കളർ വന്നു, അത് വന്നു, ഇത് വന്നു. പക്ഷെ നമ്മുടെ ലൈഫിൽ വന്നിട്ടില്ല. ഞാൻ ഇത് ചെയ്തത് പൊട്ടിച്ചു. ഇപ്പം നോക്ക്, 2 സൈഡിലും കളർ വന്നിട്ടുണ്ട്. അപ്പം ഇനി ആരും അങ്ങനെ ചെയ്യരുത് ഗൈസ്. എനിക്കറിയില്ല ഇതിന് പോവാൻ എന്ത് ചെയ്യണം. ഇതിപ്പോൾ 2 സ്ഥലത്തും എനിക്കിങ്ങനെ ഉണ്ട്. ഓൾറെഡി ഇവിടെ ഒരു കാക്കാപ്പുള്ളി ഉണ്ട്. ഇപ്പോൾ നോക്കി 3 നന്നായി. എന്തായാലും കിട്ടും. ഒരു വിഷമമുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, പോയിരിക്കും. കുറച്ച് ടൈം കഴിഞ്ഞ് പോകുന്നു വിചാരിക്കാമല്ലേ. അപ്പം ഞാൻ പോയി ബ്രഷ് ചെയ്യട്ടെ. നമ്മുടെ ബാത്റൂമിലേക്ക് ലേറ്റ് ഒന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് ക്ലിയർ ഉണ്ടാവില്ല. ഞാൻ പോയി ബ്രഷ് ചെയ്യട്ടെ. ബ്രഷ് ചെയ്യണത് കാണിക്കുന്നില്ല ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ ബ്രഷ് ചെയ്തു. ഞാൻ ബ്രഷ് ചെയ്യാൻ പോണ സമയത്ത് അനകേച്ചിയുടെ കുളി കഴിഞ്ഞു, ബ്രഷ് ചെയ്ത് കഴിഞ്ഞു. അവരൊക്കെ നേരത്തെയും ചെല്ലാൻ ചെയ്തു. ഞാൻ മാത്രം അല്ല. പൂജയിച്ച് ഇപ്പോൾ ബാത്റൂമിൽ കയറിയിട്ടുണ്ട്. ഇനി ഞാനും കൂടി ഉണ്ട് കുളിക്കാനും അലക്കാനും ഒക്കെ. അപ്പോൾ ഇവരിങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്. ഞാനപ്പോൾ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കാണ്. ഇവരിത് അതുവരെ എനിക്ക് വിശപ്പില്ലായിരുന്നു. ഞാൻ വിചാരിച്ചൊരു കാപ്പിയിൽ ഒതുക്കാമെന്ന്. ഇപ്പം ഇവരിങ്ങനെ പറയുമ്പോൾ എനിക്ക് വിശക്കുന്നു. അനകേച്ചിനെ വ്ളോഗിലൂടെ പെടുത്തിയ കുഴപ്പമുണ്ടോ? വ്ളോഗ് ഞാൻ അനകേച്ചിനെ കാണിച്ചു, ഓക്കെ ചോദിച്ചിട്ടാണ് ഞാൻ കാണിച്ചത്. അപ്പം മൂപ്പരാൾ ആ വീഡിയോ ഒരു ഭംഗിയില്ല പറഞ്ഞിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞു, ലൈൻ കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇനി റീൽസൊക്കെ ചെയ്യുന്നുണ്ട് ഇത്ര. അപ്പോൾ ആ സമയത്ത് ആൾ നല്ല ഒരുങ്ങിയിട്ടൊക്കെ വീഡിയോയുടെ മുന്നിൽ വരാമെന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വ്ളോഗിൽ അനകേച്ചിനെ, കാണാത്തതൊന്നുമല്ല. അപ്പം നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഗസ്റ്റ് അപ്പിയറൻസ് ആ സമയത്താണ്. ഓക്കെ, അപ്പം ഞാൻ കോഫി ഉണ്ടാക്കി മുകളിലേക്ക് പോട്ടെ കേട്ടോ, റൂമിലേക്ക്. കണ്ട സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം നമ്മൾ റൂമിലേക്ക് പോകാൻ. കോഫി താഴേക്ക് വീഴാതെ സൂക്ഷിക്കണം നമ്മൾ. ലേശം ഒരിത്തിരി കടുപ്പം കൂടിയെന്ന് തോന്നുന്നു ഞാൻ ഉണ്ടാക്കണതല്ല. കോഫി അവിടെ ഉണ്ട്. ഇത് പിന്നെ ചോക്ലേറ്റ് വേഫർ ഉണ്ട്. വെറുതെ അത് കഴിക്കാം. കുറച്ച് ദിവസമായിട്ട് എനിക്ക് തീരെ വയ്യ. എവിടെ പോയാലും എനിക്ക് ഓരോരോ അസുഖങ്ങൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അസുഖങ്ങളല്ലെങ്കിൽ ഓരോരോ മുറിവുകൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. കാലിനെയാണ് മെയിനായിട്ട് കിട്ടണത്. വലത് കാല് ഉളുക്കി, ഇടത് കാലിൽ കുറച്ച് ദിവസം മുന്നേ ഒന്ന് എവിടെയോ കൊണ്ട് തട്ടിയിട്ട് ചോര വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ സീറ്റിൻ്റെ അടിയിൽ കാല് കുടുങ്ങിയിട്ട് ഇന്നലെയും ചോര വന്നു. എല്ലാം വഴി പോണതൊക്കെ എല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. അനകേച്ചോടെ ഒറ്റയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. കോഫി കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി എന്താ നെക്സ്റ്റ് പണിയും. അലക്കാനുണ്ട്, കുളിക്കാനുണ്ട്. എനിക്ക് റീലെടുത്ത് തരാനുണ്ട്.
അനഘേച്ചിക്ക് റീലെടുത്ത് തരാനുണ്ട്. ഞാൻ പിന്നെ ഇവിടെ വന്ന ശേഷം റീലൊക്കെ എടുക്കൽ കുറച്ച് കുറഞ്ഞു, അല്ലെങ്കിൽ എടുക്കാറില്ല. നോക്കട്ടെ, എന്തെങ്കിലും എനിക്കും പഠിക്കാൻ പറ്റും നോക്കാം. അപ്പം ഞാൻ പോയി പോന്നില്ല, ഇവിടെ നിന്നിട്ട് കോഫി കുടിച്ച് തീർക്കട്ടെ, ചൂടോടെ കുടിക്കട്ടെ. നല്ല കടുപ്പമുണ്ട് ഗൈസ്. എനിക്ക് എന്തോ കാപ്പിപ്പൊടി കുറച്ചിട്ട പോലെ തോന്നും, അപ്പം ഞാൻ കുറേ എടുത്തിടും. പിന്നെ കുറേ പഞ്ചസാര ഇടണം, ആ കടുപ്പൊന്ന് കുറയ്ക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. ഞാൻ ഒരെണ്ണം അനഘേച്ചിക്ക് കൊടുത്തപ്പോൾ അനഘേച്ചിയുടെ വിശപ്പ് കുറച്ചും കൂടി നന്ദിയുണ്ട് അല്ലേ. അപ്പം ഇന്നത്തെ ബിരിയാണി ഞാൻ ചൂടാക്കുകയാണ്. അപ്പം ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഒറ്റയ്ക്കുള്ളൂ ഞാൻ. ചേച്ചിമാരൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഞാൻ കുറച്ച് ലേറ്റായി വരാം. അപ്പോൾ തേടാം. വെള്ളം തിളപ്പിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും ഹെയർ 2 ദിവസമായി വാഷ് ചെയ്തിട്ട്, അതുകൊണ്ട് 2 ദിവസം ചില സാങ്കേതിക ബുദ്ധിമുട്ട് കാരണം കുറച്ച് ദിവസമായി. കുറച്ച് ദിവസമായി തല നനച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഇവിടുത്തെ വെള്ളം അങ്ങനെയൊന്നും ഡെയിലി നമുക്ക് തല നനച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി കംപ്ലീറ്റ്ലി കൊഴിഞ്ഞു പോവും. പിന്നെ ഞാൻ കെരാറ്റിൻ ചെയ്തുകൊണ്ട് നമുക്ക് അധികം വാഷ് ചെയ്യാൻ പാടില്ല. 46 വാഷൊക്കെ പാടുള്ളൂ. അപ്പം ഞാൻ ഇന്ന് എണ്ണ തേച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ തലയിൽ എണ്ണ തേക്കട്ടെ. അപ്പം അനഘേച്ചി എൻ്റെ മുടി കണ്ടിട്ട് ഒരു കാര്യം പറഞ്ഞു. ഒന്നുകൂടി പറയാം. ഞാൻ അബദ്ധത്തിലൊന്ന് പറഞ്ഞു. നല്ല രസമുണ്ട് കാണാന്ന് വെച്ചാൽ, നല്ല ബ്ലാക്ക് കളറില് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഹെൽത്തി തിക്നെസ് ആയിട്ടുണ്ട്. ഞാനതൊന്ന് പറഞ്ഞു പോയി ഗൈസ്. എന്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എനിക്കിപ്പോ ഇവിടെ തുമ്മാൻ പറ്റില്ല, ചുമക്കാൻ പറ്റില്ല. അപ്പ വ്ളോഗാണ്. എനിക്കൊരു ബിസ്ക്കറ്റ് തന്നു, അത് വന്ന് എനിക്ക് തുമ്മാനും ഒന്നിനും പറ്റാത്ത അവസ്ഥ. നമ്മളൊരു ഇൻഫ്ലുവൻസർ ആയി പോയില്ലേ. പിന്നെ സൗന്ദര്യം ഒരു ശാപമാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഇരുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞ് മനസ്സിലാക്കും. നിങ്ങൾ പറയൂ, എന്റെ മുടി കാണാൻ നല്ല ഉള്ള കാര്യമാണ്. ആ മുടിയുടെ രഹസ്യം കാണിച്ചു കൊടുക്ക്. പണ്ട് കാവ്യമാധവൻ ഉപയോഗിച്ചോണ്ടിരുന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ചോണ്ടിരിക്കും. പാരച്യൂട്ട് നല്ലതാണ്, നിങ്ങൾ യൂസ് ചെയ്യണം. ഓക്കെ, ഞാൻ ഈ ഒരു സൈഡിലത്തെ ഹെയർ ഓയിൽ എണ്ണ തേച്ച് ചില കാര്യങ്ങൾ നമ്മൾ പുറത്തു പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ കെരാറ്റിൻ ചെയ്തതൊക്കെ ഓൾമോസ്റ്റ് പോയി തുടങ്ങി. ഞാൻ കെരാറ്റിൻ ചെയ്ത വ്ളോഗ് ഇട്ടുണ്ടായിരുന്നു. കാരണം കെരാറ്റിൻ ചെയ്യാൻ കാരണം തന്നെ എൻ്റെ ഹെയറിൽ ക്രിമ്പ് ചെയ്തിട്ട് നാശമായതുകൊണ്ടാണ്. ഇപ്പോൾ ആ ക്രിമ്പ് ഇപ്പോഴും തിരിച്ചു വരുന്നതാണ് ഈ കാണുന്നത് ഗൈസ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ എണ്ണ തേക്കട്ടെ. എന്തായാലും അനഘേച്ചി താങ്ക്സ് ഗൈസ്. ഞാൻ എണ്ണ തേക്കുന്നുണ്ടോ? പഠിക്കോ? എന്റെ ബാലഗോപാലനെ എണ്ണ പാടടി. ഇത്രയൊക്കെ എണ്ണ തേച്ചാൽ മതി. നമ്മൾ നന്നായിട്ട് എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ കെരാറ്റിൻ ഉള്ളതടക്കം നമ്മുടെ ഹെയറിൽ നിന്ന് പൂന്ന് തോന്നുന്നു. എണ്ണ തേക്കാൻ പാടില്ല തോന്നുന്നു ട്രീറ്റ്മെന്റ് ചെയ്ത ഹെയറിൽ. എൻ്റെ പക്ഷെ ഓയിലില്ലാതെ നമ്മുടെ തലമുടി മറ്റേ സ്കാൽപ്പിനൊക്കെ ഓയിൽ വേണ്ടേ? അപ്പൊ ഈ ട്രീറ്റഡ് ഹെയറിന് എങ്ങനെ കെയർ ചെയ്യും? സത്യത്തിൽ ഞാൻ കെരാറ്റിൻ ചെയ്ത ശേഷം അതൊക്കെ ചോദിക്കേണ്ടതായിരുന്നു. ഞാൻ ക്യാഷ് കൊടുത്തിട്ട് കിട്ടും. എത്ര ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചില്ല, എത്ര ദിവസം കഴിഞ്ഞിട്ട് എണ്ണ തേക്കാൻ പാടും. സാധാരണ ഒരാഴ്ചക്ക് കഴിഞ്ഞാൽ തോന്നുന്നു. സ്മൂത്തനിങ് ചെയ്തപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷെ ഇത് ഞാൻ ഒന്നും ചോദിച്ചില്ല. എനിക്ക് എല്ലാം അറിയണ പോലെ ഞാൻ അങ്ങോട്ട് പോകുന്നു. കുറച്ച് മസാജൊക്കെ ചെയ്യാം. ഇനി പോയി കുളിക്കാം. എൻ്റെ കുളി കഴിഞ്ഞു. ഞാൻ ഡ്രസ്സൊക്കെ അലക്കി. എന്നെ അതൊന്ന് കൊണ്ടുപോയിട്ടെ. നല്ല വെയിലുണ്ട് ഗായ്സ്. ഒരു ലോഡ് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. പുറത്ത് നല്ല ചൂടാണ്. നമുക്ക് ഇറങ്ങാനേ പറ്റില്ല. അമ്മാതിരി ചൂടാണ്. നാട്ടിലത്തെ വെയിലാണ്
സൂപ്പർ വെയിൽ. ഞാൻ ചോദിച്ചാൽ നാട്ടിൽ ചില ദിവസം നല്ല വെയിലത്തൊക്കെ നമ്മൾ നടക്കുമ്പോൾ എന്ത് വെയിലാന്നൊക്കെ പറയാറില്ലേ. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഉള്ളവരുടെ കഷ്ടപ്പാട് ശരിക്കും മനസ്സിലാവണം കേട്ടോ. ഈ വെയിലത്തൊക്കെ പണി ചെയ്യുന്നവരുടെ കാര്യം ആലോചിക്കാനും കൂടി വയ്യ. നമുക്ക് തന്നെ കുറച്ച് നേരം വെയിലത്ത് നിൽക്കുമ്പോൾ കരിഞ്ഞ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ വേഗം ഇട്ടാൽ അല്ലെങ്കിൽ ഞാൻ ഉള്ളതിനായിട്ട് കരിയും. നമ്മൾ അനഘേച്ചിക്കൊരു റീൽ എടുത്തു കൊടുക്കാൻ പോവാണ്. രാവിലെ മുതൽ പറഞ്ഞു തുടങ്ങിയിട്ടാണ് റീൽ എടുത്തു കൊടുക്കുക. അനഘേച്ചി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഞാൻ അനഘേച്ചിനെ കാണിച്ചു തരാം കേട്ടോ. നമസ്കാരം. ഓക്കെ, അപ്പോൾ നമുക്ക് റീൽ എടുക്കാം അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകാൻ പോവാണ് ഫൈനലി. അപ്പോൾ ഞാൻ റെഡി ആവട്ടെ. ബാക്കി എല്ലാവരും റെഡി ആയി റീൽ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഞാൻ മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ റെഡി ആവട്ടെ. ഗൈസ്, എൻ്റെ ഇതിങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ പാവക്കുട്ടീനെ കാണും. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷമാണ്. നാട്ടിൽ എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ടെഡി ബിയർ ഉണ്ടായിരുന്നു. അപ്പം അതിനെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എനിക്കൊരു ടെഡി ബിയറില്ല, ഇത് താറാവുകുട്ടിയല്ലേ, താറാവുകുട്ടി ഒരാൾ ഗിഫ്റ്റ് മേടിച്ചെന്താണ്. ക്യൂട്ടല്ലേ? ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ എല്ലാവരും റെഡി ആയി. ഞാൻ മാത്രമാണ് റെഡി ആകാത്തുള്ളൂ. സൺസ്ക്രീൻ ഇതിൻ്റെ റൂൾസ് ഒന്നും നോക്കണ്ട. പെട്ടെന്ന് നമുക്ക് ചെയ്യാം. എനിക്കങ്ങനെ ടൈമൊന്നും എടുക്കില്ല. ചിലപ്പോൾ പെർഫെക്റ്റ് ഒന്നും ആവില്ല, ജസ്റ്റ് ഒന്ന് കറുപ്പിക്കുന്നു ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടായി ഗൈസ്, പിള്ളേച്ചിനെ പോലെ ആയാ. ഓക്കെ, കിട്ടിപ്പോ. ഇത് ലിപ് ലൈനറാണ്, ലിപ്സ്റ്റിക് അല്ല. പക്ഷെ എനിക്ക് എന്തോ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഷെയ്ഡ് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യണം. ഞാൻ ഇടാൻ കൊടുത്ത എല്ലാവർക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടമായി. നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടും. ഞാനത് പ്രിയങ്കയിൽ നിന്ന് മേടിച്ചതാണ്. ഒന്നിരലി ലിപ്സ്റ്റിക് സോറി ലിപ് ലൈനർ. നമുക്ക് നെക്സ്റ്റ് ഞാൻ ഇവിടുന്ന് മേടിച്ചതാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എന്തോ മേടിക്കാൻ തോന്നി ഞാൻ മേടിച്ചതാണ്. പക്ഷെ അത് പൊട്ടി. ഇങ്ങനെ 2 കുത്തിട്ട് കൊടുക്കുക. ഞാൻ കറക്റ്റ് ചോക്കറിൻ്റെ പോലെ ഉണ്ട്. ഇങ്ങനെ മൂക്കിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. സംഭവം ഇന്ന് കൂടി, പക്ഷെ കുഴപ്പമില്ല. ഇങ്ങനെ വേഗമാക്കണം. മൂക്കിൻ്റെ വടി ഇട്ട് കൊടുക്കുക. ഇപ്പം എൻ്റെ കവിളിങ്ങനെ ചുമന്ന് കൊടുക്കും ഗൈസ്. ഇല്ലേ ഉണ്ടെന്ന് പറയണം കേട്ടോ. കുറച്ച് വേണമെങ്കിൽ വടി വിടാം. വടി തുടുപ്പുണ്ടായിക്കോട്ടെ, തുടുപ്പിനൊന്നും ഒരു കുറവ് വേണ്ട. സത്യം പറഞ്ഞാൽ ഈ രാത്രി തുടുപ്പേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു ഇതിനെ വെറുതെ കിടക്കട്ടെ. മൂക്കുത്തി ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടേക്കൊന്നും അങ്ങനെ ആവില്ല. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് കണ്ടിട്ട് കൊടുക്കാം. കൈ ഇങ്ങനെയാവും. നമുക്ക് പോണിട്ടേൽ കെട്ടാം.
കാരണം എല്ലാവരും റെഡി, ഞാൻ മാത്രമാണ് നല്ല ലേറ്റ് ആയത്. ഇവിടെ വന്ന് മേടിച്ചതാട്ടോ ഞാൻ. നന്നായിരിക്കും. റെഡി ഗൈസ്. പൊട്ട് കാണാം, പൊട്ട് നോക്കാം. ഇരിക്കട്ടെ ഒരു പൊട്ട്, സാധാരണ ഞാൻ പൊട്ടിടാറില്ല. ഗൈസ് അപ്പം അനഘേച്ച് റെഡിയായി. പറയാം ഞാൻ എപ്പോഴും റെഡി ആയതാണ് ഗൈസ്. ഈ കുട്ടി എനിക്ക് വേണ്ടി റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ലേറ്റ് ആയത്. സോ അതുകൊണ്ട് പക്ഷെ ഞാൻ പെട്ടെന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തില്ലേ? അതെ അതെ, പെട്ടെന്ന് തന്നെ മേക്കപ്പ് ചെയ്തു. അല്ലെങ്കിൽ കുട്ടിയുടെ ലിപ്സ്റ്റിക് ഇടുന്ന സ്റ്റൈൽ ഉണ്ട്. എങ്ങനെയാ ഇങ്ങനെ ഞാൻ ഭയങ്കര സ്ലോവില് അതിങ്ങനെ കറക്റ്റായിട്ട് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ലിപ്സ്റ്റിക് ഉണ്ടോ. ഞാൻ പെട്ടെന്ന് ഇട്ടില്ലേ. അപ്പം നമുക്ക് പോവാം. സെറ്റ്. ഒരാൾ കൂടി ഉണ്ട്, പൂജേച്ചി. പൂജേച്ചി കുറേ നേരമായി ഒരുങ്ങിയിട്ട് നിൽക്കുന്നിട്ട് ആളില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ വീണ്ടും വിളിച്ചിട്ട് ഓക്കെ ആക്കിയിട്ട് പോവാണ്. നമ്മളിവിടെ ഒരുക്കി വന്ന് ഇവിടുത്തെ മിററിൽ നോക്കും. ചേച്ചിയുടെ ഫേസ് നന്നായി ചേഞ്ച് ആയി. ഇതാണ് പൂജേച്ചി. പൂജേച്ചിക്ക് വയ്യെങ്കിലും കാണുമ്പോൾ ലുക്കൊക്കെ ഇട്ടില്ലേ. ഓപ്പൺ ചെയ്യും. അടിവാദനം തുറന്നു വരുമോ? കടവാദനം പോവാല്ലേ? നമ്മളിനി കുറച്ച് നേരം ഇങ്ങനെ നടക്കണം. നടന്ന് ടാക്സി വിളിച്ചിട്ട് വേണം പോവാൻ. അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒരുവിധം കഴിയും, ഒരു തീരുമാനമാകും. ഇത്രയും ലേറ്റ് ആവുമെന്ന് കരുതിയില്ല ഗൈസ്. കുറച്ചും കൂടിയൊക്കെ ഇതിപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വന്ന് കിടുന്ന പിറ്റേ ദിവസം ഡ്യൂട്ടി ആയി. പിന്നെ ഫുൾ ടൈം റൂമിലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒന്ന് ഇറങ്ങാൻ വിചാരിച്ചത്. ടൈം ടേബിൾ അറിയുമ്പോൾ അറിയാം ആരൊക്കെ ഇവിടെ ഉണ്ട്, ജാഹിലുണ്ട്, ആർക്കൊക്കെ ഡ്യൂട്ടി ഉണ്ട് എന്നൊക്കെ. നമുക്ക് നമ്മുടെ അവിടെ നിന്ന് കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ മെയിൻ റോഡിലേക്ക് എത്തും. ഇപ്പോഴും നല്ല ചൂടുണ്ട്. സൺസ്ക്രീൻ ഇട്ടത് നന്നായി. നമ്മള് മറ്റേ പൂജേച്ചിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം അങ്ങനെ എല്ലാവരിലേക്ക് റിവീൽ ചെയ്യാൻ പോവാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പുകുട്ടന്റെ സൗന്ദര്യം പറയട്ടെ, സ്റ്റാർട്ട് ചെയ്യോ? എന്താണ് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തത്? സോറി, എനിക്ക് ആ രഹസ്യം റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ മാത്രം വെളുത്താ മതി, ബാക്കിയുള്ളവരൊക്കെ ഇരുണ്ടിരിക്കണം. അവരുടെ കുടുംബം വെളുത്ത്. സീരിയസ് ആയിട്ട് റോസ് വാട്ടർ അങ്ങനെയല്ല, ഇന്ന് നമ്മള് പൂജേച്ചിയുടെ സൗന്ദര്യ രഹസ്യം പോവാണ്. അത് എല്ലാവരിലേക്ക് റിവീൽ ചെയ്യാൻ ചേച്ചി ഇങ്ങനെ വെമ്പി നിൽക്കാണ്. റോസ് വാട്ടർ ഇട്ടു. എന്നിട്ട് മറ്റേ ഹൈലറോണിക് ആസിഡ് ഇല്ലേ, അത് സിറപ്പ് യൂസ് ചെയ്തു. എന്നിട്ട് സെറാവിയുടെ മോയ്സ്ചറൈസർ, അത് കഴിഞ്ഞ് ഏതോ ഇവിടുത്തെ ഒരു ബ്രാൻഡ്, അത് ഏതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ, ഡെർമാറ്റിപ്പിക് ആണെന്ന് തോന്നുന്നു. അതിന്റെ ചാത്തനും കുത്തനൊന്നുമല്ല, നല്ല കൊറിയൻ ബ്രാൻഡാ. അതിന്റെ എന്തോ സൺസ്ക്രീൻ, പിന്നെ എൻഷൈനറിന്റെ പൗഡർ മസ്റ്റ്, പിന്നെ ഐടെക്സിന്റെ ലാക്മിയുടെ ഐലൈനർ. ഇന്നിപ്പോ യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ലാക്മിയുടെ ആണ് കേട്ടോ, കുഷൻ ലിപ്സ്റ്റിക്. ഓക്കെ, ഇത് കുഷനോ? ഇങ്ങനെ ചുമന്നിരിക്കുള്ളൂ. ഇതെങ്ങാനും വ്ളോഗില് വന്നാ. ഇനി അനഘേച്ചി എന്തൊക്കെ ചെയ്തിട്ട് ഫേസിൽ? അനഘ ഒരു ലോഡ് റോസ്
ഞാൻ ഇന്ന് സോപ്പിട്ട് മുഖം സോറി ആ അതിന് മുന്നേ ഞാൻ സെറാവിയുടെ തന്നെ ഫേസ് വാഷ് സോപ്പൊന്നുമല്ല ഞാൻ ഉപയോഗിക്കുന്ന സാധനം അത് ഫേസ് വാഷിന്റെ പേരൊന്നും എനിക്കറിയാം ചുമ്മയാണ് ഗൈസ് മിനിമലിസ്റ്റിന്റെ സാധനം എനിക്ക് എന്റെ ഫിയാൻസി മേടിച്ചു തന്നതാണ് മിനിമലിസ്റ്റിന്റെ സെറം മിനിമലിസ്റ്റിന്റെ ഓർഡർ വൈസ് പറയും. ഞാൻ ഇന്ന് അതൊന്നും വിട്ടില്ല ഗൈസ്. ഞാൻ ഇന്ന് സൺസ്ക്രീൻ ഇട്ടു, സിസ് ബ്യൂട്ടിയുടെ കോമ്പാക്ട് ഇട്ടു, പിന്നെ മിലാപ്പിന്റെ ഐലൈനർ ആണ് ഞാൻ യൂസ് ചെയ്തത്, കാജൽ യൂസ് ചെയ്തു, ഒരു പൊട്ട് വെച്ചു, പുരികം ഇങ്ങനെ ഷെയ്ഡ് ചെയ്തു, ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു, പിന്നെ ലിപ്സ്റ്റിക്ക്. അത് ലിപ്സ്റ്റിക് എന്നെ എടുത്ത് ഓ ബേബിയുടെ ലിപ് ബാം ആണ് ഞാൻ യൂസ് ചെയ്തത്. ഓ ബേബി ഒക്കെ ഉണ്ട്. ഓ ബേബിയുടെ ലിപ് ബാം ആണ് യൂസ് ചെയ്തത്. സിസ് ബ്യൂട്ടിയുടെ എത്ര രൂപ? ലോറിയലിന്റെ രൂപ എനിക്ക് ഓർമ്മയില്ല. സിസ് ബ്യൂട്ടിയുടെ ആണ് ഞാൻ കോമ്പാക്റ്റും. ചാത്തനല്ലേ ഇത് ഉപയോഗിക്കണേ? സിസ് ബ്യൂട്ടിയോ? സിസ് ബ്യൂട്ടിയുടെ ചാത്തനും ഉണ്ട് നല്ലതും ഉണ്ട്. നല്ലതാ യൂസ് ചെയ്യണത്, നല്ലതാ യൂസ് ചെയ്യണത്. നല്ലതിന് എത്ര രൂപയാവും അറിയോ? അറിയത്തില്ല, ഞാൻ എല്ലാം കൂടെ മേടിച്ചോത്തേക്ക് ഒരു 5000-6000 രൂപയായി. സത്യമായിട്ട് ഉള്ള കാര്യം. അതെ, പിന്നെ സ്ക്രീൻ ഇട്ടു, അത് ഞാൻ ഒന്നും പറഞ്ഞല്ലോ, അത്രയും ഗൈസ് ഞാൻ ചെയ്തുള്ളൂ. പിന്നെ എന്റെ സ്വന്തം ലിപ്സ്റ്റിക് എടുത്തിട്ടാണ് ഞാൻ ഇവിടെ ഈ കവളടിച്ച് വരത്തേക്കുന്ന പോലെയുള്ള ഈ ചുമപ്പ് അങ്ങനെ വരത്തേക്കുന്നത്. അതിവിടെ മസ്റ്റാണല്ലോ. അതിവിടെ ഇറക്കിയത് സൂര്യാണ്. അല്ലല്ല, ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ബ്രാൻഡഡ് പൂജച്ച് ഇറക്കി. ഞാൻ പിന്നെ ആരോടും ചോദിക്കാന്ന് പോലെ അല്ലാത്തപ്പോ ഞാൻ ഇവരുടെ ഒക്കെ എടുക്കാറുണ്ട്. ഇന്ന് എടുക്കാറുണ്ടെന്നല്ല, എടുക്കും ഞങ്ങൾ അറിയത്തില്ല. അങ്ങനെയൊന്നുമില്ല, ചിലപ്പോ ഇവര് തന്നെ എനിക്ക് ഇട്ട് തരാറുണ്ട്. കഴിഞ്ഞ പ്രോഗ്രാമിന് എനിക്ക് സൂര്യനെ കുറെ കുത്തൊക്കെ ഇട്ട് തന്നായിരുന്നു, അതിന് മുന്നേ പൂജയിച്ച് കുറെ കുത്തിട്ട് തന്നായിരുന്നു. ഇന്ന് എനിക്ക് കുത്തിടാൻ സമയമില്ലാത്തോണ്ട് ലിപ്സ്റ്റിക് എടുത്തിട്ട് കുറെ ഞാൻ തന്നെ കുത്തി ആണ്. നിങ്ങൾക്ക് ഇതിൽ മനസ്സിലായിട്ടുണ്ടാവും ഇത് കുമ്മായത്തില് മോന്ത കുത്തിയത്. ഇത് മെയിൻ ആയിട്ട് പറയാൻ വന്നത്, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ മിനിമൽ മേക്കപ്പ് ചെയ്തേക്കുന്നത് ഞാൻ. ഇതൊക്കെ വരും എടി, അത് ഇടരുതെന്ന് ഈശ്വര, എന്റെ മാനം പോകും. ഞാൻ പൂജയിച്ച് അങ്ങനെ പറയണ സ്ഥലത്തൊക്കെ ഞാൻ ബീപ് ബീപ് സൗണ്ട് കൊടുക്കും. ഇടല്ലേടി, അതുപോലെ തന്നെ ഇത്രയും പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയരുത്. നിനക്ക് നീ എന്തൊന്നും പറഞ്ഞ നിങ്ങൾക്ക് ആദ്യം ഞാൻ ആൾക്കാർ നമ്മളെ കാണുമ്പോ അത്ര നമുക്കുള്ള ഒരു മിനിറ്റ് വെയിറ്റ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്റെ മേക്കപ്പ് എന്താന്ന്. ഇവരുടെ മേക്കപ്പ് വെച്ച് നോക്കുമ്പോ ഞാനാണ് മിനിമൽ, അത്രേ ഉള്ളൂ. ഗൈസ്, അങ്ങനെ നമ്മൾ കുവൈത്താത്തല്ലോലെത്തിയിരിക്കുകയാണ് ഗൈസ്, കുറെ കാലത്തിന് ശേഷം. നമ്മുടെ സ്ഥിരം പ്ലേസ് ഇതാണ് കേട്ടോ, ഇതൊരു മാറ്റിപ്പിടുത്തില്ലാത്തോണ്ടല്ല, അറിഞ്ഞൂടാ. പൂജയിച്ചിരുന്ന് പിടിച്ച് 32 34 ഓക്കെ, നമുക്ക് ഇറങ്ങാം. ഞാനിത് ഇവിടുന്ന് മേടിച്ചതാണ്. അപ്പോൾ ചെറുതുണ്ട്, അതിന്റെ വേറെ മോഡൽ കൂടെ വന്നിട്ടുണ്ട്. അത് ഇതിലല്ലതാ. ഇതെത്രയാണ്? 240. ഇത് കുറവാണ്. എൻ്റെ ഫസ്റ്റ് സാലറി ഞാൻ മേടിച്ചതായിരുന്നു കേട്ടോ. എന്നാണ് വേണ്ട ഇതെടുക്കല്ലേ? മതിയല്ലേ? മതിയോ? അല്ല ഗൈസ്, എൻ്റെ ഫസ്റ്റത്തെ സാലറിക്ക് ഞാൻ കാസിയോ വാച്ച് മേടിച്ചു. ഹാപ്പി. കൊടുക്കാണ്ട് അപ്പം അത് കൊടുക്കാൻ വേണ്ടി വന്നതാ. ക്യാഷ് എടുക്കുന്നു, കൊടുക്കുന്നു. എൻ്റെ വൈറ്റ് ബ്രെഡ് നിങ്ങൾക്കുണ്ട് ഇങ്ങനത്തെ ഫ്രണ്ട്സ്? മാളിയെ വന്നിട്ട് സ്പ്രേ അടിച്ച് ചെമ്പരത്തിപ്പൂവിന് ഒരു മണം. ഇത് കൊള്ളാടി, ഇതെടുക്കടി. നമ്മൾ കണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു, ഇവിടെ ഇരിക്കുകയാണ്. ചൂട്
എന്നാൽ കുറച്ചുകൊണ്ട് കഴിക്കാം. കുഴപ്പമില്ല, ഒരു സൈഡ് മാത്രം ഓവലിൽ വെക്കും, അത്രേ ഉള്ളൂ. കുടിക്കാനായിട്ട് മുന്നേ ഓക്കെ അല്ലേ? ഓക്കെയാണ്. കോഫിയിൽ മധുരം ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ ഒരു ടീസ്പൂൺ കൂടി ഒഴിപ്പിച്ചു. ഗൈസ്, നമ്മൾ കുറച്ച് നേരമായി വെയിറ്റ് ചെയ്യണോ ടാക്സിക്ക്. ടാക്സി ഇതുവരെയായിട്ടും കിട്ടുന്നില്ല. ടാക്സി ഇല്ലാണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാനും പറ്റില്ല. കുറേ സാധനങ്ങളുണ്ട്. കാല് ഞാൻ എടുത്തിട്ട് വയ്യോ. ഗൈസ്, നിങ്ങളത് കാണുന്നുണ്ടോ? ടാക്സി വെയിറ്റ് ചെയ്ത് കാല് വേനെടുത്താണ് കേസ് അവിടെ പോയിരുന്നു. ഗൈസ്, ഇവിടെ നിന്നിട്ട് ഞാൻ വേർത്ത് കുളിക്കുകയാണ്. ഉണ്ടോ? പുറത്ത് എ സി ഇല്ല ഗൈസ്. ഒരു ടാക്സി പോലും വരുന്നില്ല. ഒന്ന് കുളിച്ചതൊക്കെ വെറുതെയായി. കണ്ടോ? ചേച്ചി അവിടെ പോയിരിക്കാം. വേണം, എനിക്ക് വെള്ളം വേണം. ഒരു ജ്യൂസ് മേടിക്കായിരുന്നു അല്ലേ? എന്നെ കണ്ടിട്ട് എനിക്ക് പേടിയാണ്. മാറ്റിക്കത്. നമ്മളിവിടെ ഇരുന്ന് വേർത്തു ഗൈസ്. എത്ര നേരമായി പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യണമെന്നറിയോ? ഐ ഇവിടുന്ന് 10 മണി 10:15 കഴിഞ്ഞിട്ട് ഇപ്പൊ 10:45. നമ്മളെന്നിട്ട് ഒരു ചേട്ടൻ ടാക്സി ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ ടാക്സി കിട്ടാണ്ടായപ്പോൾ ആ ചേട്ടനോട് പോയി ചോദിച്ചു, ചേട്ടാ എങ്ങനെയാണ് ടാക്സി ബുക്ക് ചെയ്യുക? അവർക്ക് ടാക്സി റെഡിയായോ? തോന്നുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ടാക്സി വരും, പക്ഷെ നമ്മൾക്ക് റേറ്റ് കൂടും തോന്നുന്നു. അപ്പം നമ്മൾ വിളിക്കുന്നുണ്ടിട്ട് വേറൊരു ചേച്ചി ചോദിച്ചു എന്നോട് എങ്ങനെയാണ് ടാക്സി ബുക്ക് ചെയ്യാന്ന്. ഞാൻ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തു. നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിലത്തെ കടലാസ് പൂ ഉണ്ട് ഗൈസ്, ബോഗൻവില്ല. ടാക്സി ആ കാണുന്നതാണ് ഇവിടുത്തെ മലകളിൽ ടോപ്പ് എന്താണ്, രണ്ടാമത്തെ മല. എന്തോ ഒരു മലയുടെ പേരുണ്ട്, അതറിയില്ല ഗൈസ്. ആകാശത്ത് നക്ഷത്രം മിന്നി നിൽക്കണ പോലെ, പക്ഷെ അതൊരു വഴിയാണ്. മലയുടെ അവിടെ ലൈറ്റ് കത്തിച്ചതാണ് ഗൈസ്. ഫൈനലി നമ്മുടെ ടാക്സി വന്നിരിക്കുന്നു ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇതാണ്, ഈ വരുന്നതാണെന്നാണ്. നോക്കാം. ടാക്സി വന്നു ഗൈസ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം, കുറേ നേരത്തിന് ശേഷം ഗൈസ് അങ്ങനെ നമ്മൾ റൂമെത്തി. അങ്ങനെ ഗൈസ് നമ്മൾ റൂമിലെത്തി. സംഭവം നമ്മളവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ടാക്സി വെയിറ്റ് ചെയ്തിട്ടാണ് കുറേ ടൈം പോയത്. ഇപ്പോൾ എത്തുമ്പോൾ കറക്റ്റ് 11:26. നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. നല്ല ടയേർഡായിട്ടുണ്ട്. പോയി ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് കിടക്കണം. ഇൻ മൈ ലൈഫിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും നടക്കണില്ല, എന്ന് മനസ്സിലായില്ലേ. ഫുൾ ടൈം റൂമിലാണ്. പിന്നെ ഈവനിങ് ആണോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത്, കുറച്ച് ഫ്രൂട്ട്സ് അതൊക്കെ മേടിക്കാനാണ്. കാരണം എല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു, കാരണം ബോറടിക്കും. ഫുള്ളാരും ഇരുന്ന് കാണുമെന്ന് എനിക്ക് തോന്നണില്ല. ഫുൾ ഞങ്ങളുടെ വർത്താനം അത് ഇതൊക്കെ ആവും. അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ കണ്ടവർക്ക് ഒരു താങ്ക്സ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.